നമസ്കാരം. എൻ്റെ പേര് ഗീത. ഞാൻ ചവിട്ടുനാടകത്തിലെ കാറൽമാൻ കഥകളിലെ കലർപ്പുകളെ പറ്റിയാണ് സംസാരിക്കാൻ പോണത്. അപ്പോൾ കാറൽമാൻ ആരാണ് എന്ന് പറയുന്നതിന് മുൻപ് ചവിട്ടുനാടകം എന്താണ് എന്നുള്ളത് ചെറുതായിട്ട് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ചവിട്ടുനാടകം എന്ന് പറയുന്നത് ദ സ്റ്റാമ്പിംഗ് ഡ്രാമ എന്ന് പറയുന്നത് പൊതുവെ 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് പാദ്രോദോ മിഷണറിമാരുടെ വരവിന് ശേഷം ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ പ്രബലമായി കാണപ്പെടുന്ന ഒരു കലാരൂപം എന്നുള്ള രീതിയിലാണ് ഒരു സ്കോളർലി കോൺസെൻസസ് ഉള്ളത്. ഈ ചവിട്ടുനാടകം കോർപ്പസിലെ ഏറ്റവും പഴയതാണ് എന്ന് കരുതപ്പെടുന്ന കാറൽമാൻ കഥകളാണ് എൻ്റെ ഗവേഷണ വിഷയം. കാറൽമാൻ എന്ന് പറയുന്നത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഫിഗറാണ്. അതായത് കാര്യം അദ്ദേഹം AD 814 മരിക്കുമെങ്കിലും കുരിശുയുദ്ധത്തിൻ്റെ 1095 കുരിശുയുദ്ധം നടക്കുന്നത്. കുരിശുയുദ്ധം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മിൻസ്ട്രൽസ്, നമ്മുടെ ഇവിടുത്തെ പാണന്മാർ പാടുന്ന പോലെ യൂറോപ്പിൽ മിൻസ്ട്രൽസ് പാടി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ പക്ഷേ ഈ കുരിശുയുദ്ധം ഉണ്ടാവുന്നതിന് 250 വർഷം മുന്നേ ഇദ്ദേഹം മരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി കുറേ കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ കുറേ ലിറ്ററേച്ചർ ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അത് സ്യൂഡോടെർപ്പിൻ ക്രോണിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് 11-ാമത്തെ നൂറ്റാണ്ടിൽ വന്ന സ്യൂഡോടെർപ്പിൻ ക്രോണിക്കിൾസ് തൊട്ട് നമ്മുടെ ഷാൻസെ റോളൻഡിൻ്റെ സംഗീതം എന്ന് പറയും. പിന്നെ ഒർലാഡോ ഇന്നമോറാറ്റ, അത് ഇറ്റലിയിലുള്ള ഒരു കഥയാണ്. അതിലൊക്കെ ഈ കാറൽമാൻ്റെ പല പല കഥകൾ വന്നിട്ടുണ്ട്. നമ്മുടെ AK രാമാനുജൻ 300 രാമായണാസിൽ പറയണ പോലെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് രാമൻ്റെ ഭാര്യയാണ് സീതയെങ്കിൽ വേറൊരു പെർട്ടിക്കുലർ രാമായണത്തിൽ രാമൻ്റെ സഹോദരിയാണ് സീത. അപ്പം അങ്ങനെ പല റീടെല്ലിങ്സ് ഉള്ള പോലെ കാറൽമാൻ്റെ കഥകളുടെ കുറേ റീടെല്ലിങ്സ് ഉണ്ട്. അത് ചരിത്രപരമായ കാറൽമാനിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള കാറൽമാൻ എന്താണ് എന്നാണ് ഞാൻ നോക്കി തുടങ്ങിയത്. അപ്പം നമ്മുടെ നാട്ടിലുള്ള കാറൽമാൻ എന്ന് പറയുന്നത് ശുദ്ധ വസ്തുക്കൾ തിരിച്ചെടുക്കാൻ വേണ്ടി ജെറൂസലേമിലേക്ക് പോയിട്ട് അവിടെയുള്ള ഒരു തുർക്ക് രാജാവിനെ വധിക്കും. അദ്ദേഹത്തിൻ്റെ പേര് അൽബിറാന്ത് ബള്ളോൻ എന്നാണ്. ചിലർ വധിക്കുന്നതായിട്ട് കാണിക്കും, ചിലവർ കീഴ്പ്പെടുത്തുന്നതായിട്ട് കാണിക്കും. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മകളും തുർക്ക് രാജകുമാരിയുമായ പ്ലോരിപ്പീസ് എന്ന് പറയുന്ന ഒരു രാജകുമാരിനെ ഈ കാറൽമാൻ്റെ 12 പാരിമാരെന്ന് പറയും, പാലഡിൻസ് അഥവാ പിയേഴ്സ്. ഒരു നൈറ്റ്ഹുഡ് പോലത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള നൈറ്റ്സ് പോലത്തെ ആളുകളാണ് അവർ. ഇവരെല്ലാവരും തുർക്ക് രാജാവായിട്ടുള്ള അബ്ദുൾ റഹ്മാനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. അതുപോലെ തുർക്ക് രാജാവായ മർസേലനുമായിട്ടും യുദ്ധം ചെയ്യുന്നുണ്ട്. അതിനകത്താണ് ഈ 12 പാരിമാർ മരിക്കുന്നതായിട്ട് പറയപ്പെടുന്നത് ഒരു ഭാഗത്തെ കഥയിൽ. അപ്പോൾ കുരിശുദ്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കഥകളിലും കാറൽമാൻ്റെ ശത്രുക്കൾ സാരസീൻസ് ആണ്. സാരസീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു വേർഡാണ് ഈ മിഡീവൽ ടൈംസിൽ. പക്ഷെ നമ്മളുടെ ഒരൊറ്റ ചവിട്ടുനാടക കൃതികളിലും കാറൽമാൻ്റെ ശത്രുക്കൾ സാരസീൻസ് അല്ല, തുർക്കുകളാണ്. അപ്പം അവിടം തൊട്ടാണ് നമ്മൾ ഏത് പോയിന്റിലാണ് കാറൽമാന് തുർക്കുകൾ ശത്രുക്കളായിട്ട് വന്നിട്ടുള്ളത് എന്ന് നോക്കി തുടങ്ങേണ്ടത്. 1492 സ്പെയിനിൽ വെച്ചിട്ട് ഗ്രനാഡ സുൽത്താനേറ്റ് ഫോൾ ചെയ്യും. അപ്പോൾ ഈ ഗ്രനാഡ സുൽത്താനേറ്റിൻ്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു 711 തന്നെ ഈ സ്പെയിനിൽ ഐബീരിയൻ പെനിൻസുല, അതായത് ഇപ്പോഴത്തെ സ്പെയിനും പോർച്ചുഗലും കാറ്റലോണിയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രദേശത്ത് ഇസ്ലാമിക് സുൽത്താനേറ്റ് വരുന്നുണ്ട്. അപ്പം അതിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കുരിശുയുദ്ധത്തിൻ്റെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഈ മുഴുവനായിട്ടുള്ള ഇസ്ലാമിനെ ഭയങ്കരമായിട്ട് ഈ യൂറോപ്യൻ കാത്തലിക് കിങ്ഡംസ് വെറുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് അവിടെ ജീവിച്ചു വന്നിരുന്ന ഈ മുസ്ലിംസിനെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് തള്ളുന്നുണ്ട് ഓവർ സെഞ്ച്വറീസ്. അങ്ങനെ ഏറ്റവും അവസാനത്തെ സുൽത്താനേറ്റ് ആയിട്ട് നിലനിന്നിരുന്ന സ്ഥലമാണ് ഗ്രനാഡയിലെ ഈ സുൽത്താനേറ്റ്. അപ്പോൾ ആ സുൽത്താനേറ്റ് 1491 ഫോളോ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കുറേ ആളുകൾ നമ്മുടെ സ്പെയിനിൽ നിന്ന് നേരെ ആഫ്രിക്കയുടെ നോർത്തേൺ പാർട്ടിലേക്ക് ക്രോസ് ചെയ്യും.
അപ്പോൾ അവിടെയുള്ള അവരെല്ലാവരും മൂർസ് എന്ന് വിളിച്ചു. ഈ കാത്തലിക് കിങ്ഡംസ് ഒക്കെ മൂർസ് എന്ന് വിളിച്ചു. അപ്പോൾ ഈ മൂർസിന് സപ്പോർട്ട് കൊടുത്തിരുന്നത് ഓട്ടോമാൻ തുർക്കുകളാണ് ആ സമയത്ത്. അപ്പോൾ 1525 ഈ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല പല കഥകൾ കാറൽമാനെ പറ്റി വന്നിട്ടുണ്ട്. അതിലൊരു കഥയുണ്ട്, ഫെറബ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥ. അത് ഫ്രഞ്ചിൽ എഴുതിയ കഥയാണ്. ആ കഥ ഒരു നിക്കോളാ ഡി പിയമാന്തെ എന്ന് പറയുന്ന ഒരു വ്യക്തി കാറ്റലാനിലേക്ക് മാറ്റി എഴുതി. അപ്പോൾ ഈ നിക്കോളാ ഡി പിയമാന്തെ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണോ എന്ന് തന്നെ സംശയമുണ്ട്. അതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളത് ആന ഗ്രീൻബർഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളറാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ പെർട്ടിക്കുലർ ടെക്സ്റ്റിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്താണ് ഏറ്റവും ആദ്യമായിട്ട് ഈ സാരസീൻസ് എന്നുള്ള വാക്കിന് പകരമായിട്ട് ശത്രുക്കൾ തുർക്കുകൾ എന്നുള്ള രീതിയിൽ വരുന്നത്. ഇറ്റ് സ്പ്രെഡ് ലൈക്ക് വൈൽഡ് ഫയർ എന്നാണ് ആന ഗ്രീൻബർഗ് പറയണത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കഥകൾ വെച്ച് നോക്കുമ്പോൾ, നിക്കോളാ ഡി പിയമാന്തയുടെ കഥകൾ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ഇതിലും ഈ തുർക്കുകളാണ്, നമ്മുടെ ഇതിലും ഈ തുർക്ക് രാജകുമാരിയായിട്ടുള്ള പ്ലോരിപ്പീസാണ്, നമ്മുടെ ഇതിൽ തുർക്ക് രാജകുമാരനായിട്ടുള്ള പേരബ്രാസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഏകദേശം നമ്മുടെ കേരളത്തിലുള്ള കാറൽമാൻ കഥകളെ ഒരുപക്ഷെ 1525 നിക്കോളാ ഡി പിയമാന്തയുടെ ഫസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഷാർലിമാൻ ശേഷമോ അല്ലെങ്കിൽ അതിൽ നിന്നോ വന്നിട്ടുള്ള കഥകളിൽ നിന്നാണ് ഒരു ഇൻസ്പിറേഷൻ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് ഏകദേശം അനുമാനിക്കാം. ഇനി നമുക്ക് ഈ കാറൽമാൻ്റെ കഥകൾ ചവിട്ട് നാടക സ്വരൂപം എന്ന് പറയുന്നത് ഫസ്റ്റ് യൂസേജ് സെബീന റാഫിയുടെ ആണ്. ഈ ചവിട്ട് നാടകത്തിൻ്റെ സ്വരൂപത്തിലേക്ക് എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് പറയാം. ഇപ്പോൾ ചവിട്ട് നാടക സ്വരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാപ്പു വെൺബ എന്ന് പറയുന്ന ഒരു ഇൻവൊക്കേഷൻ ഫോർ പ്രൊട്ടക്ഷനിൽ തുടങ്ങിയിട്ട് മംഗളത്തിൽ അവസാനിക്കുന്ന, അതിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള മെട്രിക്കൽ റിതംസ് ഉപയോഗിച്ചിട്ട് പാട്ടുകൾ നിർമ്മിച്ച് കാറൽമാൻ്റെ പാട്ടുകൾ നിർമ്മിക്കുകയും അതുപോലെ കവിത്തം, കലാശം മുതലായവ കൂടെയുള്ള നൃത്തങ്ങളുടെ ചുവടുകളൊക്കെ സമന്വയിപ്പിച്ചുണ്ടായിട്ടുള്ളതാണ് ഈ ചവിട്ട് നാടക സ്വരൂപം എന്നുള്ളത്. അതിലേക്ക് നമ്മുടെ ഈ കാറൽമാൻ കഥകളെ എങ്ങനെ മാറ്റി എന്നുള്ളതിനെ പറ്റി ചെറുതായിട്ടൊന്ന് അന്വേഷിക്കാം. ഈ പെർട്ടിക്കുലർ റിതംസ് ഏറ്റവും അധികം ചവിട്ട് നാടകം റിതംസുമായിട്ട് സാമ്യമുണ്ട് എന്ന് പറയുന്നത് തെരുക്കൂത്തിൻ്റെ റിതംസിനാണ്. അത് ചുമ്മാർ ചൂണ്ടല സെബീന റാഫിയും ചുമ്മാർ ചൂണ്ടലും ജോളി പുതുശ്ശേരിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചുമ്മാർ ചൂണ്ടൽ ഭയങ്കര ഊന്നി പറയുന്നുണ്ട് ഇത് തെരുക്കൂത്തുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കണമെന്ന്. അപ്പോൾ ഹാന ഡി ബ്രൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർ, അവർ തെരുക്കൂത്തിനെ കട്ടൈക്കൂത്തിനാണ് വിളിക്കണേ. അത് എന്തുകൊണ്ട് വിളിക്കും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട് അവരുടെ പുസ്തകത്തിൽ. അപ്പോൾ ഈ കട്ടൈക്കൂത്തിലെ ഈ സ്ട്രക്ചർ നോക്കുമ്പോൾ നമ്മുടെ ചവിട്ട് നാടകത്തിൻ്റെ സ്ട്രക്ചർ പോലെയും ചവിട്ട് നാടകത്തിലെ പാട്ടുകളും എല്ലാം അതേപോലെ തന്നെയാണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മലയാളം അധ്യാപകൻ്റെ അടുത്ത് ഞാൻ ഈ ചവിട്ട് നാടകത്തിൻ്റെ പാട്ടുകളൊക്കെ ആയിട്ട് ചെന്നിട്ട് ഞാൻ ഈ ഇൻവൊക്കേറ്ററി സോങ് ആയിട്ടുള്ള കാപ്പ് വെൺബ, ചിലതിൽ സ്ലീഹ വെൺബ എന്ന് പറയുന്ന ഒരു സോങ്ങും കാണാറുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ കൂടുതലും ഈ കാപ്പ് വെൺബയിലാണ് തുടങ്ങുന്നത് കണ്ടിരിക്കുന്നത്. കാപ്പ് വെൺബയിൽ തുടങ്ങിയിട്ട് മംഗളത്തിൽ അവസാനിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ കാണിച്ചു കൊടുത്തപ്പോൾ ഈ വേണുഗോപാൽ സാറ് പറയുന്നുണ്ടായിരുന്നു, വേണുഗോപാല പണിക്കർ, TB വേണുഗോപാല പണിക്കർ സാറ് പറഞ്ഞു എൻ്റെ അടുത്ത്, ഈ നമ്മളുടെ ഗണപതി വന്ദനത്തിൽ തുടങ്ങിയിട്ട് മംഗളത്തിൽ അവസാനിക്കുന്ന കുറേ സൗത്ത് ഇന്ത്യൻ ഫോംസിൻ്റെ അതേ ഒരു ചട്ടക്കൂടി തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ ചവിട്ട് നാടകത്തിനെ വീക്ഷിക്കാൻ പറ്റണത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഈ കാറൽമാൻ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ കാറൽമാൻ ചവിട്ട് നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ 8ാമത്തെ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കഥ 11ാം നൂറ്റാണ്ടിൽ കുരിശ് യുദ്ധത്തിൻ്റെ സമയത്ത് നിർമ്മിക്കപ്പെട്ട പുതിയ കഥകൾ, അവിടെ നിന്നും ഫ്രാൻസും ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് മാറി അവിടെ വെച്ച് പുതിയ കഥകൾ നിർമ്മിക്കപ്പെട്ടു. ആ കഥകൾ നേരെ നമ്മളുടെ ഐബീരിയൻ പെനിൻസുലയിലേക്ക് വെച്ചിട്ട് ആ സമയത്തെ പൊളിറ്റിക്കൽ ടെർമോയിൽ, അതായത് 16ാം നൂറ്റാണ്ടിലെ പൊളിറ്റിക്കൽ ടെർമോയിലിൻ്റെ സമയത്ത് വെച്ചിട്ട് മാറ്റി എഴുതി. ആ മാറ്റി എഴുതിയ കഥകൾ പോർച്ചുഗീസ് പാദ്രോദോ മിഷണറിമാർ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തിൽ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ സദേൺ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ട്
അവർ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ചട്ടക്കൂടിലേക്ക്, അതായത് കൾച്ചറൽ അക്കോമഡേഷൻ്റെ ആളുകളാണ് ഈ പോർച്ചുഗീസ് പാദ്രോദ മിഷണറിമാരിൽ വന്നിരുന്ന ജെസ്യൂട്ട്സ്. അതിനെപ്പറ്റി ഐനസ് ടി സുപ്പനോവ് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡിയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ കൾച്ചറലി അക്കോമഡേറ്റ് ചെയ്ത് ഈ പുതിയൊരു ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചട്ടക്കൂടിലേക്ക് ഈ പുതിയ കഥകൾ മാറ്റി എഴുതി, പാട്ടുകളായിട്ട് മാറ്റി എഴുതിയ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്ന ഈ കാറൽമാൻ ചവിട്ടുനാടകം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ഈ കലർപ്പിൻ്റെ പല പല കൺട്രീസ്, പല പല സമയത്തിൻ്റെ ഒരു കലർപ്പിൻ്റെ ഒരു ഉദാത്തമായിട്ടുള്ളൊരു ഉദാഹരണമാണ് ഈ കാറൽമാൻ ചവിട്ടുനാടകം എന്നുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ നിർത്തുകയാണ്. താങ്ക് യു.